അങ്ങനെ വലിയൊരു വിവാദത്തിന് ശേഷം ആരോഗ്യമന്ത്രി വീണ ജോർജ് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രി വിട്ടിരിക്കുകയാണ്. ആരോഗ്യനില മെച്ചപ്പെട്ടതിനെ തുടർന്നാണ് മന്ത്രി തിരുവനന്തപുരത്തേക്ക് ഇന്ന് പുലർച്ചെ തിരിച്ചത്. റോഡ് മാർഗേനയാണ് യാത്ര. തുടർ ചികിത്സയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. വിവരങ്ങൾ എന്തായാലും ജോസഫ് നൽകും. ജോസഫ്, ഗുഡ് മോർണിംഗ്. എന്തായാലും മന്ത്രി പരിയാരം മെഡിക്കൽ കോളേജ് വിട്ടിരിക്കുകയാണ്. ഇന്നലെ തന്നെ മെഡിക്കൽ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. മന്ത്രിയുടെ ആരോഗ്യനില, അതായത് പ്രശ്നങ്ങളില്ലാതെ, വലിയ കുഴപ്പമൊന്നുമില്ല എന്ന റിപ്പോർട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഇന്ന് പുലർച്ചെയാണ് മന്ത്രി ആശുപത്രി വിട്ടത്. ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന എന്താണ്, തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിൽ കിടത്തി ചികിത്സയായിരിക്കുമോ അല്ലെങ്കിൽ അല്ലാത്ത ചികിത്സയായിരിക്കുമോ മന്ത്രിക്ക് നൽകുക? കഴിഞ്ഞ ദിവസമാണ് കണ്ണൂരിലെത്തിയ മന്ത്രിക്ക് നേരെ KC പ്രതിഷേധമുണ്ടാക്കുകയും ആ പ്രതിഷേധത്തിൽ പരിക്കേൽക്കുകയും പിന്നീട് ആശുപത്രിയിലാക്കുകയും ചെയ്തത്. കഴുത്തിന് ഗുരുതരമായി പരിക്കേറ്റ ഇവരെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത്. ഇന്നലെ 2 ദിവസം മുമ്പ് ഇത്തരത്തിൽ അവിടെ പ്രവേശിപ്പിച്ചതാണ്. ഇന്നലെ ഉച്ചയോട് കൂടി തന്നെ ആദ്യഘട്ട മെഡിക്കൽ ബോർഡ് ചേരുകയും ഇതുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ പുറത്തു നൽകുകയും ചെയ്തു. ആ ഘട്ടത്തിൽ കഴുത്തിന് വേദനയിൽ അല്പശമനമുണ്ട്. മാത്രമല്ല വിദഗ്ധ ചികിത്സ, അതായത് സർജറി ഉൾപ്പെടെയുള്ള ചികിത്സ ആവശ്യമില്ല. കൈകാലുകൾക്ക് മരവിപ്പ് തുടരുകയാണ് എന്നാണ് ഉച്ചയ്ക്ക് മെഡിക്കൽ ബുള്ളറ്റിൻ അറിയിച്ചത്. അതിനുശേഷം ഡോക്ടർമാർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, യാത്രയ്ക്ക് ഇപ്പോൾ നിർവാഹമില്ല എന്നാണ് ഡോക്ടർമാർ ആ ഘട്ടത്തിൽ പറഞ്ഞത്. അതിന് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം, അതായത് ഇന്നലെ രാത്രിയോടുകൂടി മെഡിക്കൽ ബോർഡ് അവൈലബിൾ ആയിട്ടുള്ള ഡോക്ടർമാരെ കൂട്ടിച്ചേർത്ത് യോഗം നടത്തിയിരുന്നു. ഈ പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ ഡിസ്ചാർജ് നൽകാൻ തയ്യാറാവുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ 4 മണിയോടുകൂടി പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് മന്ത്രി വീണ ജോർജിന് ഡിസ്ചാർജ് നൽകിയിരിക്കുന്നത്. സ്വന്തം വാഹനത്തിലാണ് വീണ ജോർജ് ഇപ്പോൾ റോഡ് മാർഗം തിരുവനന്തപുരത്തേക്ക് പോകുന്നത്. തുടർ ചികിത്സയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും രക്തസമ്മർദ്ദം സാധാരണ നിലയിലേക്ക് എത്തിയിരിക്കുന്നു. കഴുത്തിലെ വേദനയ്ക്കും കുറവ് വന്നിട്ടുണ്ട്. മാത്രമല്ല കൈകളുടെ മരവിപ്പും മാറിയിട്ടുണ്ട് എന്നാണ് ഡോക്ടർമാർ വ്യക്തമാക്കുന്നത്. ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള ചികിത്സ വേണ്ട എന്നതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ ഡിസ്ചാർജ് നൽകിയിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ തന്നെ ഈ വീണ ജോർജിനെ ഇവിടെ നിന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് കുടുംബം ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ യാത്രയ്ക്ക് കഴിയുന്ന ഒരു സാഹചര്യമില്ല എന്ന് ഡോക്ടർമാർ അറിയിച്ചതിനെ തുടർന്നാണ് ഇന്നലെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരേണ്ടി വന്നത്. അതിനിടെ മന്ത്രി വീണ ജോർജ് ഇത്തരത്തിൽ ICUവിൽ നിന്ന് നഴ്സുമാർക്കൊപ്പം ഫോട്ടോ എടുക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങളെല്ലാം വലത് സൈബർ ഹാൻഡിലുകൾ വ്യാപകമായി പ്രചരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഗുരുതരമായ. ശരി ജോസഫ്, എന്തായാലും ആരോഗ്യമന്ത്രി വീണ ജോർജ് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രി ഇന്ന് രാവിലെ പുലർച്ചെ 4 മണിയോടുകൂടി വിട്ടിരിക്കുകയാണ്. എന്തായാലും ഇനി തുടർ ചികിത്സ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു ജോസഫ്.